ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫീസ്റ്റ് ആൻഡ് ഫേബിൾസ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് സാമ്പാർ ചീര തോരൻ വയ്ക്കാനാണ്. അതിനു മുമ്പ് ഇതിനെക്കുറിച്ച് അറിയില്ലാത്തവർക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഈ ചീരയെ കഴിച്ചിട്ടുണ്ടാവാം, കണ്ടിട്ടുണ്ടാവാം. എന്നാലും കുറച്ച് കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരാം. 10 മണി ചെടി അഥവാ പോർട്ടുലാക്കേസെ ഇനത്തിൽപ്പെട്ട ഈ സാമ്പാർ ചീരയുടെ ശാസ്ത്രനാമം ടാലിനം ട്രയാങ്കുലർ എന്നാണ്. ഇന്ത്യ, ഇന്തോനേഷ്യ, അറബ്, മലേഷ്യ രാജ്യങ്ങളിലാണ് ഈ ചീരയെ വളർത്തുന്നത്. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ വളരുന്ന ഈ ചീരയുടെ ഇലകളും തണ്ടും പലതരം കറികൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. ഈ ചീരയെ സാമ്പാർ ചീര, പരിപ്പുചീര, സിലോൺ ചീര എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. ഈ ചീരയിൽ പ്രധാനമായും വിറ്റാമിൻ എ, കാൽസ്യം, ഫോസ്ഫറസ്, ഇരുമ്പ്, ബീറ്റ കെരോട്ടിൻ തുടങ്ങിയ പോഷക മൂലകങ്ങളും ഉണ്ട്. ഈ ചീരയെ വിത്ത് മുഖേനയോ അല്ലെങ്കിൽ ഇളം തണ്ട് മുറിച്ച് വേര് പിടിപ്പിച്ചാണ് നടേണ്ടത്. കൃഷിയായി ചെയ്യാൻ ഏറ്റവും യോജിച്ച സമയം കാലവർഷ ആരംഭമാണ്. കൃഷി ചെയ്ത് ഈ ചീരയെ 6 ആഴ്ചകൾക്കുള്ളിൽ വിളവെടുക്കാൻ സാധിക്കുന്നതാണ്. മൂത്രസംബന്ധിയായ പ്രശ്നങ്ങളിൽ വളരെ ഉത്തമമാണ് ഈ ചീര. വയറ്റിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും ഈ ചീര ഉത്തമമാണ്. ബ്രസീലിൽ ഇവയെ പാകം ചെയ്യാതെ കഴിക്കുന്നതും കണ്ടുവരാറുണ്ട്. ഇത്ര മാത്രമാണ് ഈ ചീരയെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി നമുക്കിതിനെ പാകം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുമ്പേ നമ്മുടെ ചെറിയൊരു അടുക്കള തോട്ടത്തിൽ നിന്നും നമുക്ക് ആ ചീരയെ ഒന്ന് പറിച്ചെടുക്കാം. നമുക്ക് ആ ചീരയൊന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. ചക്കക്കുരു ആ സമയത്ത് നമ്മൾ അടുപ്പിലിടണം. പിന്നെ അതിനായിട്ട് ആവശ്യമുള്ളത് തേങ്ങ, മഞ്ഞൾപ്പൊടി, 2 കഷ്ണം മുളക്, കുറച്ച് ജീരകം, പിന്നെ 4-5 അല്ലി വെളുത്തുള്ളിയാണ് ആവശ്യമുള്ളത്. നമുക്കൊരു ചട്ടി വയ്ക്കണം അടുപ്പിൽ. പിന്നെ കുറച്ച് എണ്ണ ഒഴിക്കണം. എണ്ണ ഒന്ന് തിളക്കട്ടെ. ആ സമയത്ത് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മളിതിൽ ചക്കക്കുരു ഇട്ട് കൊടുക്കുന്നത് ഈ ചീരയിൽ ഉണ്ടാകുന്ന ഒരു വഴുവഴുപ്പുണ്ട്, അതൊന്ന് മാറ്റാനാണ്. അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കുറച്ചും കൂടെ നല്ലതാണ്. ആ ചക്കക്കുരു ആ ചക്കക്കുരു അവിച്ചിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതിൻ്റെ ആ ജലാംശം നിങ്ങൾക്ക് അവിടെ തിളയ്ക്കുന്നത് കാണാൻ പറ്റും. നമ്മൾ അവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ അരപ്പും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ ഈ സിലോൺ ചീരയുടെ തോരൻ. താങ്ക്സ് ഫോർ വാച്ചിങ്.